അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിലെ ചാപ്റ്റർ 10, 11, 12 ഈ 3 പാഠങ്ങളുടെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. കൂട്ടുകാരെല്ലാവരും പേജ് നമ്പർ 27 എടുക്കൂ. ഈ 10ാമത്തെ പാഠത്തിൽ നമ്മൾ സൂറത്ത് ഖുറൈശാണ് നോക്കുന്നത്. കൂട്ടുകാരെല്ലാവരും അവരവരുടെ ഉസ്താദുമാർ ഓതി തരുന്നത് പോലെ ഓതി പഠിക്കുക. ഈ സൂറത്തിന് താഴെ നഖറ എന്ന പ്രവർത്തനം നോക്കൂ. ഈ സൂറത്തിൽ നിന്ന് ഏതാനും പദങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. നമുക്കിതൊക്കെ ഇപ്പോൾ വായിച്ചു നോക്കാം. ലഇലാഫി, അടുത്തത് ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ ഹാസൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. അടുത്ത പേജ് നോക്കൂ. നുലാഹിള് ത്വാ, ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ത്വായിനെ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് നോക്കൂ. സിറാത്തൽ ലദീന, ത്വായിനെ കൂട്ടുകാർ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. ഞാനിവിടെ ഗ്രീൻ കളറിൽ അടയാളപ്പെടുത്തിയ സ്ഥലത്തെല്ലാം ത്വാ ഉണ്ട്. അടുത്തത് നോക്കൂ. ഹമ്മാലത്തൽ ഹത്വബ്, അടുത്തത് ഫവസത്ന ബിഹി, അടുത്തത് മത്ലഇൽ ഫജ്ർ, അടുത്തത് നോക്കൂ. വതൂരി സീനീൻ. ഈ ത്വായിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ഹർക്കത്ത് ഏതാണ്? വമ്മാണ്. ഇതിനു മുമ്പ് കണ്ട 2 ഉദാഹരണങ്ങളിലും സുക്കൂനാണ് ത്വായിൻ്റെ ഹർക്കത്ത്. അടുത്തത് യതീറു ബിജനാഹൈഹി, ഇതിലെന്താണ് ത്വായിൻ്റെ ഹർക്കത്ത്? കസ്റാണ്. അടുത്തത് മുഹീത്വൻ, അടുത്തത് മിൻ അത്റാഫിഹ, അടുത്തത് ഫതുബിഅ. ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പദങ്ങളിലും ത്വാ ഉണ്ട്. ഞാൻ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത പ്രവർത്തനം നക്തഷിഫ്, കണ്ടെത്താനുള്ളതാണ്. ത്വായിനെ സൂറത്തിൽ ആത്യ, ഇവിടെ കൊടുത്തിരിക്കുന്ന സൂറത്തിൻ്റെ ആയത്തുകളിൽ നിന്ന് ത്വായിനെ കണ്ടെത്തണം. ഈ സൂറത്തിൻ്റെ 6ാമത്തെ ആയത്തിൽ നോക്കൂ, അതായത് 3ാമത്തെ വരിയിൽ. ഞാൻ അടയാളപ്പെടുത്തിയ സ്ഥലം കൂട്ടുകാർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ത്വആമുൻ, ത്വആമുൻ, അതിലെന്തുണ്ട്? ത്വാ ഉണ്ട്. ഇനി അടുത്ത പേജിൽ 20ാമത്തെ ആയത്ത് നോക്കൂ, അതായത് 4ാമത്തെ വരിയിൽ 20ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ സുത്തിഹത്ത്, കസ്റുള്ള ത്വാ ആണ്. ഇനി 22ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ, അതായത് 6ാമത്തെ വരിയിൽ ബിമുസൈത്തിർ, ഇതും കസ്റുള്ള ത്വാ ആണ്. അടുത്ത പ്രവർത്തനം നുലാഹിലു റസ്മൽ ഖുർആൻ. ഇവിടെ നമ്മൾ ഖുർആനിൻ്റെ എഴുത്ത് രീതിയെ ശ്രദ്ധിക്കണം. നാം സാധാരണ അറബി എഴുതുന്നത് പോലെയല്ല ഖുർആനിൻ്റെ എഴുത്ത്. ഖുർആനിൽ ഒരു പ്രത്യേക എഴുത്ത് രീതിയാണ് പാലിച്ചിരിക്കുന്നത്. ഞാനിവിടെ അടയാളപ്പെടുത്തിയ സ്ഥലം കൂട്ടുകാർ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ലഇലാഫി എന്നതിൽ ലാമിനൊന്ന് നോക്കൂ. ലാമിന് എന്താണ് ഹർക്കത്ത്? ഫതഹാണ്. ഫതഹിനെ നീട്ടാൻ നാം സാധാരണ ഏതക്ഷരമാണ് ഉപയോഗിക്കുക? അലിഫാണ്. ഇവിടെ അലിഫ് ഉപയോഗിച്ചിട്ടില്ല. അലിഫിന് പകരം ഒരു ചെറിയ വര കൊടുത്തിരിക്കുന്നു. ഇനിയുള്ളതാണ് കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്. നാം ഏതെങ്കിലും ഒരു അക്ഷരത്തെ നീട്ടിയാൽ
അതിനുശേഷം വരുന്ന അക്ഷരത്തെ ചേർത്തി എഴുതുകയില്ല. പക്ഷെ ഇവിടെ ചേർത്തി എഴുതിയിരിക്കുന്നു. ഇത് റസ്മുൽ ഖുർആനിന് ഒരു ഉദാഹരണമാണ്. അടുത്ത ഉദാഹരണവും അതുപോലെ തന്നെയാണ്. ഈലാഫിഹിം എന്നതിൽ അലിഫിന് എന്താണ് ഹർക്കത്ത്? കസ്റാണ്. കസ്റിനെ നീട്ടാൻ എന്താണ് ഉപയോഗിക്കുക? യാ ആണ്. ഇവിടെ യാ ഉപയോഗിച്ചിട്ടില്ല. ഈലാഫിഹിം എന്നതിൽ അടുത്ത വരി ഞാൻ എന്തിനാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കൂട്ടുകാർക്കറിയാം. ഇതിനു മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് അത് തന്നെയാണ് കാരണം. ഇനി അടുത്തത് ഹാസ, അടുത്തത് വആമനഹും. ഇതെല്ലാം റസ്മുൽ ഖുർആനിന് ഉദാഹരണങ്ങളാണ്. അടുത്ത പേജ് നമ്പർ 30. ഇത് 11ാമത്തെ പാഠമാണ്. ഈ പാഠത്തിൽ നാം സൂറത്തുൽ ഫീലാണ് പഠിക്കുന്നത്. ഈ സൂറത്തും കൂട്ടുകാർ ഉസ്താദുമാർ ഓതുന്നത് പോലെ ഓതി പഠിക്കുക. ഈ സൂറത്തിന് താഴെ നഖറ എന്ന പ്രവർത്തനം നോക്കൂ. ഈ സൂറത്തിൽ നിന്ന് ഏതാനും പദങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ബി അസ്ഹാബിൽ ഫീൽ, അടുത്തത് ഫീ തളീൽ, ത്വയ്റൻ അബാബീൽ, തർമീഹിം ബിഹിജാറത്തിൻ, അടുത്തത് ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, കഅസ്ഫിൻ മഅകൂൽ. അടുത്ത പേജ് നോക്കൂ. നുലാഹിദ്, ശ്രദ്ധിക്കണം ളാദിനെ. ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ളാദിനെ ശ്രദ്ധിച്ച് വായിക്കണം. ഗൈരിൽ മഗ്ലൂബി, അടുത്തത് വലാ യഹുല്ലു, റളിയല്ലാഹു, ഫീ ഐശത്തിർ റാളിയ. ഈ ളാദിൽ എന്താണ് ഹർക്കത്ത്? കസ്റാണ്. ഇതിനു മുമ്പ് കണ്ട ഉദാഹരണത്തിലും ളാദിന് കസ്റാണ്. അതിനു മുമ്പുള്ള 2 ഉദാഹരണങ്ങളിലും ളാദിന് ലമ്മാണ്. ഇനി അടുത്ത ഉദാഹരണം വള്റിബ് ലഹം. ഈ ഉദാഹരണത്തിൽ സുക്കൂനുള്ള ളാദാണ്. അടുത്തത് വല്ലുഹ, അടുത്തത് ളാലൻ ഫഹദ, അടുത്തത് വളറബ ലന, അടുത്തത് യഗ്ളുലുന. ഞാൻ ഗ്രീൻ കളറിൽ അടയാളപ്പെടുത്തിയ സ്ഥലത്തെല്ലാം ളാദുണ്ട്. അടുത്ത പ്രവർത്തനം നക്തഷിഫ്, കണ്ടെത്താനുള്ളതാണ്. ളാദിനെ മിന സൂറത്തിൽ ആത്യ, ഇവിടെ കൊടുത്തിരിക്കുന്ന സൂറത്തിന്റെ ആയത്തുകളിൽ നിന്ന് ളാദിനെ കണ്ടെത്തണം. 1ാമത്തെ ആയത്തിൽ വല്ലുഹ, 3ാമത്തെ വരിയിൽ 5ാമത്തെ ആയത്തിൽ നോക്കൂ. ആ ആയത്തിന്റെ അവസാനത്തിൽ ഫത്വറുല്ലാ. അടുത്ത വരിയിൽ 7ാമത്തെ ആയത്ത് നോക്കൂ. ളാലൻ. ഞാൻ അടയാളപ്പെടുത്തിയ സ്ഥലത്തെല്ലാം ളാദുണ്ട്. അടുത്ത പേജ് നോക്കൂ. 32ാമത്തെ പേജ്, 12ാമത്തെ പാഠമാണ്. ഈ പാഠത്തിൽ സൂറത്തുൽ ഹുമസയാണ് നാം പഠിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും ഉസ്താദുമാർ ഓതി തരുന്നത് പോലെ ഓതി പഠിക്കുക. ഈ സൂറത്തിന് താഴെ നഖറ എന്ന പ്രവർത്തനം നോക്കൂ. ഈ സൂറത്തിൽ നിന്ന് ഏതാനും പദങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. 1ാമത്തത് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, അടുത്തത് മാലം വഅദ്ദദ, അടുത്തത് മാലഹു അഖ്ലദ, ലയുംബസന്ന അല്ലതി തത്വലിഉ, അടുത്തത് അലൽ അഫ്ഇദ, അടുത്തത് അലൈഹിം മുഅ്സദ, അവസാനത്തത് അമദിം മുമദ്ദദ. അടുത്ത പേജ് നോക്കൂ. നുലാഹിദ് സാ, ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ സാഇനെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. അപ്പൊ നോക്കൂ. സുർത്തുമുൽ മഖാബിർ, അടുത്തത് മവാസീനുഹു,
അടുത്തത് ജസാഉഹും. അടുത്തത് മിനൽ മുസ്നി. അടുത്തത് തനസ്സലുൽ മലായികത്തു. അടുത്തത് സുയ്യിന ലിന്നാസി. അടുത്തത് വസറാബിയ്യു. അടുത്തത് വകുന്തും അസ്വാജ. അടുത്തത് ഖുസൂ സീനതക്കും. ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയ സ്ഥലത്തെല്ലാം സ ഉണ്ട്. അടുത്ത പ്രവർത്തനം നക്തഷിഫ് കണ്ടെത്താനുള്ളതാണ്. സായിനെ മിനസൂറത്തിൽ ആത്യ. ഇവിടെ കൊടുത്തിരിക്കുന്ന സൂറത്തിന്റെ ആയത്തുകളിൽ നിന്ന് സായിനെ കണ്ടെത്തണം. ഒന്നാമത്തെ ആയത്തിൽ നോക്കൂ. ഈ ആയത്തിൽ തന്നെ 4 സ ഉണ്ട്. സുൽസിലത്തി. അതിൽ നോക്കൂ 2 സ ഉണ്ട്. സു സി. ഈ ആയത്തിൽ തന്നെ അവസാനത്തിൽ സിൽസാലഹ. സി സ. ഈ ആയത്തിൽ മാത്രമാണ് സ ഉള്ളത്. കൂട്ടുകാർക്ക് ഈ 3 സൂറത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.